മാ നിഷാദ. ദിഗംബരൻ, നായകനേക്കാൾ ശക്തനായ പ്രതിനായകൻ. ശിവപുരത്തെ ജനങ്ങളുടെ സ്വപ്നത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് ഇരുട്ടുപോലെ എപ്പോൾ വേണമെങ്കിലും പടർന്നു കയറാവുന്ന ഭയത്തിൻ്റെ പേരായിരുന്നു ദിഗംബരൻ. മാടമ്പിയിലെ മഹാമാന്ത്രികനും സിദ്ധയോഗിയും തമ്മിൽ നാഗമാണിക്യത്തിൻ്റെ പേരിൽ തുടങ്ങിവെച്ച പോരാട്ടത്തിൻ്റെ അവസാനത്തെ കണ്ണിയാണ് ദിഗംബരൻ. പരകായ പ്രവേശമെന്ന മാന്ത്രിക സിദ്ധിയിലൂടെ മറ്റൊരാളിലേക്ക് ചേക്കേറാൻ കഴിയുന്ന ദിഗംബരൻ ശക്തനാണ്. ശാന്തതയും രൗദ്രവും ഉന്മാദവും നിമിഷാർത്ഥം കൊണ്ട് മിന്നിമറയുന്നു. ആഭിചാര കർമ്മത്തിലൂടെ ദിഗംബരന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നെയ്തുകൂട്ടിയ വീതിയിലൂടെ ഇന്നും ഈ മാനവരാശി മനുഷ്യക്കുരുതിയായി, മന്ത്രവുമായി ഇന്നും നമ്മളെ പിന്തുടരുന്നു. നമ്മളിൽ ഒരാളായി, ഒന്ന് മാത്രം, മാ നിഷാദ. അനന്ത, ദീപങ്ങൾ സംസാരിക്കണമെന്ന് നീ കേട്ടിട്ടുണ്ടോ? ദീപങ്ങൾ സംസാരിക്കൂ? സംസാരിക്കും. ഞങ്ങളുടെ നാട്ടിലെ ശിവക്കാവിൽ അവിടെ എല്ലാരും സന്ധ്യയ്ക്ക് ദീപങ്ങൾ തെളിയിക്കും. ആളൊഴിയുന്ന സമയത്ത് ഈ ദീപങ്ങൾ തമ്മിൽ സംസാരിക്കും. പ്രശ്നമായി ദുരിതം. എന്താ പ്രശ്നം? നമ്മളൊന്നും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. ആ, ഞാനും കേട്ടു സിദ്ധയോഗികൾ പറയുന്നത്. സിദ്ധയോഗിയോ? അതാരാ? ഒരു ദുർമന്ത്രവാദി. വർഷങ്ങളോളം ഒരു മൺപുറ്റിനകത്തിരുന്ന് തപസ്സനുഷ്ഠിച്ചു. എന്നിട്ടൊരു ദിവസം അയാൾ പുറ്റ് പൊളിച്ചു വീണു. കഠിന തപസ്സിലൂടെ നേടിയ ശക്തി സിദ്ധയോഗി ദുഷ്കർമ്മങ്ങൾക്കായി ഉപയോഗിച്ചു തുടങ്ങി. മരിക്കുന്നതിന് മുമ്പ് സിദ്ധയോഗി കൊച്ചുമകനെ ഉപദേശിച്ചു. പരകായ പ്രവേശ സിദ്ധി നേടണമെന്നും മാടമ്പി തറവാട് നശിപ്പിക്കണമെന്നും മാന്ത്രിക പുരയിൽ നിന്ന് മോഷ്ടിച്ച് നാഗമോതിരവും അവന് നൽകി. കാലിന്റെ തള്ളവിരലിൽ അത് ധരിച്ചാൽ മർമ്മസിദ്ധിയിൽ കേമനാവുമെന്നും പറഞ്ഞു. കൊച്ചുമോന്റെ പേരെന്താ? ദിഗംബരൻ. അയാളൊരു ഗ്രാമത്തിലെ സാധാരണ ദുർമന്ത്രവാദിയല്ല. അതിനുമപ്പുറം തൻ്റെ ജീവിതം മുഴുവൻ പ്രതികാരത്തിനും പ്രണയത്തിനും വേണ്ടി മാറ്റിവെച്ചൊരാൾ. അയാളുടെ പ്രതികാരം മാടമ്പിയിലെ പുതുതലമുറയോടും ശിവപുരത്തെ മുഴുവൻ ജനങ്ങളോടുമാണ്. അതിനായി അയാൾ സിദ്ധയോഗിയിൽ നിന്ന് ആർജിച്ച മുഴുവൻ മാന്ത്രിക വിദ്യയും ബ്രഹ്മചര്യത്തിൻ്റെ ജീവിത രീതിയിൽ തേച്ചുമിനുക്കിക്കൊണ്ടേയിരുന്നു. തൻ്റെ പൂർവികർക്ക് നേടാൻ കഴിയാതെ പോയ നാഗമാണിക്യം നേടിയെടുത്ത് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. തൻ്റെതായ ശരികളിൽ ജീവിക്കുന്ന, ലോകത്തിൻ്റെ നിയമങ്ങളെ, നീതിയെ ഒരിക്കലും അനുസരിക്കാത്തൊരാൾ. മാടമ്പിയിലെ സുഭദ്രയെ പ്രണയിച്ചിരുന്ന, താൻ പോലും അറിയാതെ തൻ്റെ കയ്യിൽ കിടന്ന് പ്രാണൻ പോയ സുഭദ്രയുടെ മൃതദേഹം എണ്ണത്തോണിയിൽ സൂക്ഷിക്കുന്ന അയാൾ തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവളെ ജീവിപ്പിക്കാമെന്നും അവളോടൊന്നിച്ച് ഒരു ജീവിതം ഉണ്ടാകുമെന്നും സ്വപ്നം കാണുന്നു.
സുഭദ്രേ, നിനക്കുണരണ്ടേ? എന്നോടൊപ്പം കഴിയണ്ടേ? കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞോട്ടെ. ഭാമയുടെ ആത്മാവിലൂടെ നിന്നെ ഞാൻ പുനർജീവിപ്പിക്കും. അതുവരെ ക്ഷമിക്കും. സുഖമായി സുഖമായി. തിരനുറയും ചുരുൾമുടിയിൽ സൗന്ദര്യം, തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, നിന്റെ അധരം തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. നക്ഷത്രം അത്യുത്തമം. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്ത നിൽക്കുന്ന ചൈത്രരാവാണു നീ. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. മാരോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. ളത്തിന്മേലാഭിചാരന്താർ ജഡിലോൽ ഭയങ്കരം രക്തയോഗമേ ആധാരം കാലകേയ വാകിയവൻ ദിഗംബരൻ. മനോഗുണശാലി അവൾ സത്യമറിവു ധൈര്യം ഉൾക്കൊണ്ടിതവൾ പോരിനായി. കോപാഗ്നി പൂണ്ടൊരു നവഭാവ ചൈതന്യം തേജസ്സിനാൽ അവൾ പുറപ്പെട്ടുപോൽ. ചെന്നെടുത്തു അവൾ മാന്ത്രിക പുരയതിൽ അനന്തനിൽ ഉയർകൊണ്ട ദിഗംബര സ്വപ്നത്തെ ശ്രീഭദ്ര പോലവൾ നിഷ്പ്രഭമാക്കുന്നു എരിയുന്ന മനവുമായി ഭദ്ര. ഇന്നും മുടങ്ങാതെ ബലി നൽകും മനുജരെ ആഭിചാരം അനാചാരത്തിൻ ശക്തിയോ പൂരിതമാകണം. മനസ്സും മനുഷ്യനും ഒന്നുപോലെ, മനസ്സും മനുഷ്യനും ഒന്നുപോലെ.
കഥ കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. ഇനിയും ആ ദിഗംബരം വരും അമ്മേ?